ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആ 220 വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ എൻ്റെ കൂട്ടുകാരനും കുറേ എല്ലാവരുമായിട്ട് ഇവിടെ വീഡിയോ എടുക്കാൻ വന്നതാണ്. 220 നമ്മൾ 220 ആയിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ എല്ലാവരും ചോദിച്ചു 220 മോഡിഫിക്കേഷൻ വീഡിയോസ് എല്ലാം കുറേ പേര് ചോദിച്ചായിരുന്നു. വീഡിയോ എടുക്കുന്നതുകൊണ്ട് എൻ്റെ കൂട്ടുകാരന്മാരെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡേ നാളെ നമ്മൾ ഒരാളാവും. അപ്പോൾ ഗൈസ് നമ്മൾ 220 ഇതായിരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഇവിടെ വന്നുകൊണ്ട് അതിൽ എന്തൊക്കെയാണ് അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ ചോദിച്ചായിരുന്നു കുറേ പേര്. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ബാക്ക് താണ്ട് എൻ എസിൻ്റെ അലയും പിന്നെ 150 സൈസ് ടയറാണ് ഇട്ടിരിക്കുന്നത്. ഡിസ്ക് എൻ എസിൻ്റെ തന്നെയാണ്. പിന്നെ ഇതിന് അപ്പോൾ എല്ലാവരും ചോദിച്ചു എൻ എസിൻ്റെ അല ഇടുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അങ്ങനെ ചെയിന് പെട്ടെന്ന് തീരും, പിന്നെ പെട്ടെന്ന് വലിയും കണ്ട ഭയങ്കര ചെയിൻ ലോക്ക് പെട്ടെന്ന് പോകും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ സ്പേസർ ഇട്ടിട്ടുണ്ട്. ഇവിടെ സ്പേസർ ഇട്ടാൽ മാത്രമേ നമുക്ക് എൻ എസിൻ്റെ അല ഇടാൻ പറ്റുള്ളൂ. വേറെ എന്ന് പറഞ്ഞാൽ ഷോക്ക് ഓഫർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹൈറ്റിൽ കട്ട ഇട്ടിട്ടുണ്ട്. വേറെ എന്താ V3 അണ്ടർബെല്ലി ഡൊമിനാറിൻ്റെ V3 അണ്ടർബെല്ലി കോംബോ ആക്കി വെച്ചിരുന്നത്. ഇത് നമ്മൾ മറ്റേ പഴയ എഫ്സിയുടെ ആ സൈഡിൽ വരുന്നതാണ്. വേറെ EST മെയിനായിട്ട് EST ഫോർക്ക് നല്ല പൈസ പൊട്ടിച്ച് ചെയ്ത സാധനമാണ്. EST ഫോർക്കിൻ്റെ പണി എന്ന് പറഞ്ഞാൽ നല്ല പൈസയായി. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ആയിട്ടൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഇത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം. പിന്നെ നമ്മളെ ഇൻഡിക്കേറ്റർ മിറർ, പിന്നെ അതിൻ്റെ കണക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ബാക്കി ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ എസിൻ്റെ തന്നെയാണ് ഈ ക്ലാമ്പ് കണ്ട ഇവിടെ നിന്ന് കട്ട് ചെയ്ത് നേരെയാക്കിയാൽ ഇതിങ്ങനെ വെച്ച്. ഇത് നമ്മളെ V3 അപ്പം ഇത്രയൊക്കെ തന്നെ ചെയ്തിട്ടുള്ളൂ. ഇനി എനിക്ക് ആർസിയുടെ മൾഗാർഡും കൂടി വയ്ക്കാറുണ്ട്. അതിൻ്റെ ആർസിയുടെ മൾഗാർഡ് കിട്ടായില്ല. അപ്പോൾ അതും കൂടി ഇനി സെറ്റ് ചെയ്യണം. അതാണ് നമ്മളെ 220. ഇതിൻ്റെ ഇനി ബാക്കി പണികളെന്ന് പറഞ്ഞാൽ ഫുൾ ബാക്കി പണി ചെയ്തിട്ടുണ്ട്. ഓയിറും കിറ്റ് ഉൾപ്പെടെ ഞാൻ മാറി. ഇനി ആർസിയുടെ മൾഗാർഡും കൂടെ വയ്ക്കാറുണ്ട്. കൂട്ടുകാരന്മാർ എന്തോ ഓടിയാ സുമേഷ് എന്തിനു പറയാണ്ട് വണ്ടി കണ്ടിട്ട്? ഇത് ചെറുക്കൻ്റെ വണ്ടി RS. സുമേഷ് വണ്ടിയിൽ ഒരു റിവ്യൂ പറഞ്ഞു ചെയ്തേൻ്റെ നിന്റെ വണ്ടിയെ കുറച്ച് കാര്യങ്ങൾ റോഡിസ്ക് വണ്ടി കൊള്ളാം കേട്ടോ. അത്യാവശ്യം ചെറുക്കൻ എടുത്ത വണ്ടിയാണ്. അത്രയ്ക്ക് ആഗ്രഹിച്ചെടുത്ത വണ്ടിയാണ്. അത്രയ്ക്ക് ചെറുക്കൻ്റെ ബാഗ് എറിഞ്ഞ് ആ വില്ല എറിഞ്ഞതോ അതിൻ്റെ മണ്ട കയറ്റിട്ടുണ്ട് ഗേസ്. അപ്പോൾ അവൻ RS അത്ര ആഗ്രഹിച്ചെടുത്തതാണ്. അവൻ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ 2 പ്രോഡിസ്ക് 2 വെച്ചിട്ടുണ്ട്. വേറെ എന്താണ് ഡ്യൂക്കിൻ്റെ ഹാൻഡിൽ കയറ്റി ഓട്ടിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. ഡ്യൂക്കിൻ്റെ ഹാൻഡിൽ കയറ്റി എനിക്ക് തോന്നുന്നു ആ സ്റ്റോക്ക് ഹാൻഡിൽ കയറ്റി ഇതിൻ്റെ ഡ്യൂക്കിൻ്റെ ഹാൻഡിൽ കയറ്റുമ്പോൾ നല്ല ഇരുന്ന് ഓട്ടിക്കാൻ നല്ല സെറ്റാണ്. വേറെ എന്ന് പറഞ്ഞാൽ ബാക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവൻ ലൈറ്റ് ഇതിപ്പോൾ വാങ്ങിച്ചപ്പോഴിങ്ങനെയാണെന്ന് തോന്നുന്നു. അതായത് സെക്കൻഡ് അവ എടുത്തത് അങ്ങനെ. പിന്നെ ഇത്രയൊക്കെ തന്നെ. അവൻ്റെ വണ്ടി കാണാൻ തന്നെ നൈസ് കണ്ടോ. വണ്ടി കാണാൻ വേണ്ടിയിട്ട് ഫുള്ള് നൈസല്ലേ വണ്ടി കാണാൻ. ബാഗ് എടുത്ത് കല്ലെറിഞ്ഞുള്ളൊരു ബാഗ് ഇട്ട്. അവനാണ് പണ്ടേ മാമര വിളയക്കറി മാങ്ങ അടക്കാൻ വരാ വില്ലനാണ്. അപ്പം എന്താ ഇത്രയൊക്കെ തന്നെ നമ്മളെ 220 ഇതാകണ്ടില്ലേ 220. ഇനി ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽസ് വീഡിയോ ഇനിയിപ്പോൾ ഞാൻ സ്പീഡിൽ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലായെന്നൊന്നും അറിഞ്ഞൂടാ. ഇനി ഡീറ്റെയിൽസ് വീഡിയോ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. എനിക്കിങ്ങനെ വീഡിയോ എടുത്ത് പരിചയമില്ല, ഇങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെയാണ്. അപ്പം നമ്മൾ വീഡിയോസ് ചെയ്യാം. എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയുവാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയച്ചാലും മതി, അല്ലെങ്കിൽ നമ്മളെ യൂട്യൂബിൽ കമൻറ്റ് ഇട്ടാൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസ് EST ഫോർക്ക് ചെയ്തതാണ്, അത് അണ്ടർബില്ല് എങ്ങനെ ചെയ്യണതാണ്, ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാം. നമ്മൾ കൂടുതലും ചെയ്തിട്ടുള്ള സാധനങ്ങൾ തന്നെ ഞാനും ചെയ്തിട്ടുള്ളത്. എന്നാലും ഈ ഡീറ്റെയിൽസ് വീഡിയോസ് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ എന്താണ് ആവശ്യമുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഏതിൻ്റെ വേണോ അതൊന്ന് കമൻറ്റ് ബോക്സ് ഇട്ടാലും മതി, അല്ലെങ്കിൽ എൻ്റെ PM ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അത് എന്തായാലും ചെയ്തിടാം. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു സമയം ഫ്രണ്ട്സായിട്ട് വന്നതുകൊണ്ട് ജസ്റ്റ് വീഡിയോ ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ ബൈ. എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ബൈ.